നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. വളരെ നിർണായകമായൊരു വിവരമാണ്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അവസാന ദിവസമായ ഇന്ന് പോലീസിനോട് അഫാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. മറുഭാഗത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഉമ്മ ഷെമി മകനെ തിരക്കുകയും മകനെ കാണണമെന്ന് കഴിഞ്ഞ ദിവസം വാശി പിടിച്ചതിന് പിന്നിലും വ്യക്തമായൊരു കാരണമുണ്ട്. ചില കാര്യങ്ങൾ ഷെമിക്ക് പറയാനും മനസ്സിലാക്കാനുമായിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ ചികഞ്ഞെടുക്കാനാണ് പോലീസിൻ്റെ ശ്രമം. ഇപ്പോൾ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യൽ നടത്തിയിരിക്കുന്നത് ലത്തീഫിനെയും സജിദ ബീവിയെയും കൊലപ്പെടുത്തിയ വല്യുപ്പയെയും വല്യുമ്മയെയും കൊലപ്പെടുത്തിയ വീട്ടിൽ തന്നെയായിരുന്നു. എന്നാൽ അഫാൻ പറഞ്ഞിരിക്കുന്നത് ലത്തീഫിനെ കൊലപ്പെടുത്തിയിട്ടും കൊന്നിട്ടും തീരാത്ത അടങ്ങാത്ത പകയാണ് തനിക്ക് മനസ്സിലുണ്ടായിരുന്നത്. ആ പകയിൽ തന്നെയാണ് വല്യുമ്മയും വെന്ത് നീറിയത്. വല്യുമ്മയുമായി ബന്ധപ്പെട്ട് അഫാന് പിണക്കമോ വഴക്കോ ഉള്ളതായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ ഈ കൊലപാതക വിവരം പുറത്ത് മറ്റാരെങ്കിലും, താൻ പറയാതെ മറ്റാരെങ്കിലും പറഞ്ഞറിയാതിരിക്കാനും അതിൽ ആളുകളെ വിളിച്ചു കൂട്ടാതിരിക്കാനും തന്നെയാണ് അഫാൻ വല്യുമ്മയെയും കൊലപ്പെടുത്തിയത്. 5 or 6 തവണയാണ് തലയോട്ടി പിളരും വരെ പക തീരാതെ അടിച്ചു പൊട്ടിച്ചത്. അതിനുശേഷം അഫാൻ ചുറ്റിക കഴുകി ശവശരീരത്തിനടുത്തിരുന്ന സിഗരറ്റ് വലിച്ച് മുഖത്തൊരു വ്യത്യാസവുമില്ലാതെ പുറത്തിറങ്ങി ബൈക്കെടുത്ത് തൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി യാത്ര തിരിച്ചു. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൻ്റെ രണ്ടാം ഘട്ട തെളിവെടുപ്പ് അവസാനിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് കുറ്റകൃത്യത്തെ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ മുഖത്തൊരു കൂസലുമില്ലാതെ അഫാൻ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഇന്ന് ചൊവ്വാഴ്ച അഫാനുമായി തെളിവെടുപ്പ് നടത്തിയത് സജിദ ബീവിയുടെയും ലത്തീഫിൻ്റെയും വീട്ടിൽ തന്നെയാണ്. ആർഭാട ജീവിതം നടത്തിയത് മൂലമാണ് നീയൊക്കെ ഇങ്ങനെ ആയിപ്പോയതെന്ന് നിരന്തരമായി കുറ്റപ്പെടുത്തി. വര പറഞ്ഞ് ചിലവഴിക്കണം, അതല്ലാതെ പോയി കഴിഞ്ഞാൽ കടം കയറി മുടിയുമെന്ന ഉപദേശം നൽകി ഉമ്മയെ കുറ്റപ്പെടുത്തി. ഇതൊക്കെ ധാരാളമെന്നാണ് അഫാൻ പറയുന്നത്. നേർവഴിക്ക് നയിച്ചതിൻ്റെ പേരിൽ ലത്തീഫിനും ഭാര്യയ്ക്കും ശിക്ഷയായി നൽകിയത് വധശിക്ഷയായിരുന്നു, കൊല തന്നെയായിരുന്നു അഫാൻ മനസ്സിൽ കരുതിയത്. അങ്ങനെ തങ്ങളെ കുറ്റം പറയുന്നവർ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കാൻ യോഗ്യരല്ല എന്നാണ് അഫാൻ്റെ മനസ്സിൽ കണക്ക് കൂട്ടിയത്. മാതാവിനെ നിരന്തരം ഈ വിഷയം പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നു. 70 ലക്ഷം രൂപയുടെ കടമുണ്ടെന്ന് ലത്തീഫിനോ ഭാര്യയ്ക്കോ അറിയില്ലായിരിക്കും. എന്നിരുന്നാലും കടം കയറി നിക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലേക്കാണ് ഈ കുടുംബം പോകുന്നതെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം തൻ്റെ സഹോദരൻ്റെ ഭാര്യയും മക്കളും വഴിയാധാരമാകുമെന്ന് കരുതിയായിരിക്കണം ഇങ്ങനെ ഒരു ഉപദേശം പിതൃസഹോദരൻ കൂടിയായിട്ടുള്ള ലത്തീഫ് നൽകിയത്. അത് പ്രകോപിപ്പിച്ചതാകട്ടെ അഫാനെയും. ലത്തീഫിൻ്റെ ചുള്ളോളം യസൻപുരത്തെ വീട്ടിലാണ് തെളിവെടുപ്പ് നടത്തിയത്. ഫെബ്രുവരി 24 ഉച്ചയ്ക്കാണ് അഫാൻ ലത്തീഫിൻ്റെ വീട്ടിലെത്തിയത്. ആ സമയം ലത്തീഫും ഭാര്യ സജിദ ബീവിയും ഹോളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അഫാനെ കണ്ടതോടെ വെള്ളമെടുക്കാനായി അടുക്കളയിലേക്ക് സജിദ ബീവി പോയ സാഹചര്യത്തിലാണ് ചുറ്റിക കൊണ്ട് ലത്തീഫിനെ ആഞ്ഞടിച്ചത്. ലത്തീഫിൻ്റെ മൊബൈലിലേക്ക് കോൾ വന്നതോടെ പ്രകോപനമായി നിയന്ത്രണം നഷ്ടപ്പെട്ട് ലത്തീഫിനെ ആഞ്ഞടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ചുറ്റിക കൊണ്ട് അടിയേറ്റ് സോഫയിലേക്ക് ലത്തീഫ് മറിഞ്ഞു വീണു. ഈ ശബ്ദം കേട്ട് സജിദ ബീവി ഒച്ചപ്പാടോടുകൂടി അടുക്കളയിൽ നിന്നും ഓടിയെത്തിയപ്പോൾ അവർക്ക് നേരെയും ആക്രമണം നടത്താനായി ശ്രമിച്ചു. രക്ഷപ്പെടാൻ വേണ്ടി അടുക്കളയിലേക്കാണ് സജിദ ബീവി ഓടിയത്. ആദ്യം കയ്യിലടിച്ചു, തുടർച്ചയായി ചുറ്റിക കൊണ്ട് തലയിൽ ആക്രമിച്ചു. അടുക്കളയിലെ ഇടനാഴിയിൽ സജിദ ബീവി ബോധം കെട്ട് വീണു. ശേഷം വലിച്ചിഴച്ച് അകത്തേക്ക് കൊണ്ടിട്ടു. പിന്നീട് വാഷ് ബേസിനിലെത്തി ചുറ്റിക കഴുകി വൃത്തിയാക്കി ബാഗിൽ വെച്ച് കയ്യിൽ കരുതിയ സിഗരറ്റ് എടുത്ത് കസേരയിലിരുന്ന് ഇതിൻ്റെ ആത്മനിർവൃതിയിൽ സിഗരറ്റ് വലിക്കുകയായിരുന്നു. ലത്തീഫിൻ്റെ മൊബൈലും കാറിൻ്റെ താക്കോലും പക തീരാത്തത് കൊണ്ട് കയ്യിൽ കരുതി. ലത്തീഫിൻ്റെ ഫോൺ നിരന്തരം ബെല്ലടിച്ചു കൊണ്ടിരുന്നത് അഫാനെ അങ്ങേയറ്റം അലോസരപ്പെടുത്തി അസ്വസ്ഥത ഉളവാക്കി. വീട്ടിൽ നിന്നും ബൈക്കിൽ പുറത്തിറങ്ങി ഒരു 200 മീറ്റർ മാറി റോഡിനടുത്തുള്ളൊരു കുറ്റിക്കാട്ടിലേക്ക് മൊബൈലും താക്കോലും വലിച്ചെറിഞ്ഞു. ഇങ്ങനെ ചെയ്തത് തന്നെ കൊന്നിട്ടും പക അവസാനിക്കുന്നില്ല, വീണ്ടും കൊല്ലണമെന്ന ഒരാഗ്രഹം മനസ്സിലുള്ളത് കൊണ്ടാണെന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത്. പോലീസ് സംഘം കഴിഞ്ഞ ദിവസം ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡും ഒക്കെയായി പരിശോധന നടത്തിയപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുമായി നടത്തിയ പരിശോധനയിലാണ് ഫോണും താക്കോലും കണ്ടെത്താൻ പോലും കഴിഞ്ഞത്. കരിയിലക്കൂട്ടത്തിനിടയിൽ നിന്നാണ് ഇത് കണ്ടെത്തിയത്. ലത്തീഫ് കടം കൊടുത്ത പണം തിരികെ ചോദിച്ചു എന്ന് പറയുന്നു. 80,000 രൂപയാണ് കടമായി വാങ്ങിയത്. അതൊരാവശ്യത്തിനായി തിരിച്ചു ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു വൈരാഗ്യമുണ്ടായത്. ഇതുകൂടാതെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചിട്ടി നടത്തിയും വലിയ കടം, ചിട്ടി വീണ് കിട്ടിയ പണം തിരിച്ചു കൊടുക്കാത്ത സാഹചര്യം, ഇതിനൊക്കെ തന്നെ കാരണം ഉമ്മ ഷെമിയാണെന്നൊരു ഘട്ടത്തിൽ അഫാൻ തന്നെ പറയുന്നുണ്ട്. ഷെമിയാകട്ടെ ഇന്ന് അഫാനെ തിരക്കുന്നതിനുള്ള കാരണവും ഇക്കാര്യങ്ങൾ ഒരുപക്ഷെ പുറത്ത് പറയരുത് എന്നുള്ള അഭ്യർത്ഥനയ്ക്കായിരിക്കാം. അതല്ലെങ്കിൽ എന്തിന് നീ ഈ കൃത്യം ചെയ്തിരിക്കുന്നു എന്നുള്ള
ഒരു നിസ്സഹായ അവസ്ഥയിലൂടെയുള്ള ചോദ്യത്തിനായി ആയിരിക്കാം. അങ്ങനെ ഷെമിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കാത്തിരിക്കുകയാണ് കേരളം. അതിനിടയിൽ കാര്യങ്ങളൊക്കെ തന്നെ ഷെമി ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ നിർദ്ദേശത്തോടുകൂടി ഡോക്ടർമാർ 5 പേർ മരണപ്പെട്ട വിവരം അറിയിച്ചപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഷെമി ചോദിച്ചറിയുന്നു. അവൻ ജീവനോടെ ഉണ്ടോ എന്നൊരു ചോദ്യത്തിലൂടെ തന്നെ ഷെമി അത് ഉറപ്പിച്ചു കഴിഞ്ഞു. കാര്യങ്ങൾ നിലവിൽ ബന്ധുക്കളോട് വെളിപ്പെടുത്താനുള്ള ഒരു മാനസിക സ്ഥിതിയിലേക്ക് തന്നെ ഷെമി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസും അത് കാത്തിരിക്കുന്നു. ഷെമി പറയുന്ന ഓരോ വാക്കും പോലീസിനെ സംബന്ധിച്ച് വലിയ വലിയ കച്ചിത്തുരുമ്പുകൾ തന്നെയാണ്. അത് പിടിച്ച് മുന്നോട്ട് പോകാനാണ് പോലീസും തീരുമാനിക്കുന്നത്. പിതൃമാതാവ് സൽമാ ബീവി സാമ്പത്തികമായി സഹായിക്കുന്നത് ലത്തീഫ് വിലക്കിയതിലും അഫാന് വൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് പോലീസിനോട് ഇന്നും പറഞ്ഞിരിക്കുന്നത്. പെരുമലയിലുള്ള അഫാൻ്റെ വീട്ടിലും എലിവിഷം, മുളകുപൊടി, കുപ്പിവെള്ളം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സിഗരറ്റ്, ചുറ്റിക, അതിനുള്ള ബാഗ് ഇതൊക്കെ തന്നെ കണ്ടെടുത്ത് ഇതൊക്കെ എവിടെ നിന്നും വാങ്ങി അവിടെയൊക്കെ തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോയിരുന്നു. കിളിമാനൂർ SHO B ജയന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അഫാനുമായി 2ാം ഘട്ട തെളിവെടുപ്പ് നടത്തി. ഇന്നിപ്പോൾ പൂർത്തീകരിച്ചു. പ്രതിയെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അടുത്ത ദിവസം സഹോദരൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരുടെ കൊലപാതകത്തിൽ തെളിവെടുപ്പ് നടത്താൻ വേണ്ടി പോലീസ് അഫാനെ പിന്നെയും കസ്റ്റഡിയിലെടുക്കും. അതിൽ തന്നെ ആയിരിക്കും മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിക്കാൻ പോകുന്നത്. അഫാന്റെ ഉമ്മ ഷെമിയെ ചൊവ്വാഴ്ച തന്നെ മുറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡിസ്ചാർജ് ചെയ്യാമെന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.